ഹായ് ഡിയേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 തുല്യതാ കോഴ്സിലെ പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഈ ഒരൊറ്റ ക്ലാസ് മതി നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട്. ഒട്ടും സമയം കളയണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറയണത് കേട്ടാൽ മതി. 3-4 മാർക്കുകൾക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മേധാവിത്വം ലഭിക്കാനിടയായ കാരണങ്ങൾ. ആൻസർ പറയാം. സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്ക്, മഹാത്മാഗാന്ധിക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, നെഹ്റുവിൻ്റെ നേതൃത്വം, രാജ്യത്താകെ വേരുകളുള്ള പാർട്ടിയാണ് കോൺഗ്രസ്, കോൺഗ്രസിൻ്റെ പാർട്ടി കെട്ടുറപ്പുള്ള മറ്റു പാർട്ടികളുടെ അഭാവം, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രകടന പത്രിക അവർക്കുണ്ടായിരുന്നു, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷിയുണ്ട്, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിൻ്റെ ആനുകൂല്യം. ഇതൊക്കെയാണ് കോൺഗ്രസ് മേധാവിത്വം ഉണ്ടാവാനുള്ള കാരണങ്ങൾ കേട്ടോ. ഒന്നുകൂടെ പറയാം. ആദ്യ 3 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് മേധാവിത്വം ലഭിക്കാനുണ്ടായിട്ടുള്ള കാരണങ്ങളാണ്: സ്വാതന്ത്ര്യ സമരത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്ക്, മഹാത്മാഗാന്ധിക്ക് കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, നെഹ്റുവിൻ്റെ നേതൃത്വം, രാജ്യത്താകെ വേരുകളുള്ള പാർട്ടി, കോൺഗ്രസിൻ്റെ പാർട്ടി കെട്ടുറപ്പുള്ള മറ്റ് പാർട്ടികളുടെ അഭാവം, എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു പ്രകടന പത്രിക അവർക്കുണ്ടായിരുന്നു, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളാനുള്ള ശേഷി, കേവല ഭൂരിപക്ഷം സമ്പ്രദായത്തിൻ്റെ ആനുകൂല്യം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 1-ാം പഞ്ചവത്സര പദ്ധതിയും 2-ാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസം. ഇത് നമ്മൾ മുന്നേ ഒരു വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കാണുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1-ാം പഞ്ചവത്സര പദ്ധതിയും 2-ാം പഞ്ചവത്സര പദ്ധതിയും തമ്മിലുള്ള വ്യത്യാസമാണല്ലേ. അപ്പോൾ 1-ാം പഞ്ചവത്സര പദ്ധതി 1951-56 കാലഘട്ടങ്ങളിലാണ്. 1951-56 കാലഘട്ടങ്ങളിലാണ് പദ്ധതി തയ്യാറാക്കിയത്. KN രാജാണ് പദ്ധതി തയ്യാറാക്കിയത്. കാർഷിക പ്ലാൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതിയെ കാർഷിക പ്ലാൻ എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്. പതുക്കെ മുന്നേറുക എന്നതായിരുന്നു ഇവരുടെ ലക്ഷ്യം. 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി, ഭൂപരിഷ്കരണം പോലെയുള്ള നയങ്ങൾക്ക് മുൻഗണന നൽകി. കാർഷിക മേഖലകൾക്കാണ് ഊന്നൽ നൽകിയത്, ഭൂപരിഷ്കരണം പോലുള്ള നയങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. അതുകൂടാതെ ബഖ്രാനങ്കൽ, ഹിരാക്കുഡ് പോലെയുള്ള അണക്കെട്ടുകൾ ഇക്കാലത്ത് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായി. ബഖ്രാനങ്കൽ, ഹിരാക്കുഡ് പോലെയുള്ള വലിയ അണക്കെട്ടുകൾ അക്കാലത്ത് നിർമ്മാണം തുടങ്ങിയിട്ടുണ്ടായി. ഇതാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. ഇനി 2-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് പറയാം. 1956 മുതൽ 61 വരെയാണ് 2-ാം പഞ്ചവത്സര പദ്ധതി. പ്ലാൻ തയ്യാറാക്കിയത് PC മഹലനോബിസ് ആണ്. പ്ലാൻ തയ്യാറാക്കിയത് ആരാണ്? PC മഹലനോബിസ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. വ്യാവസായിക പ്ലാൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ത്വരിതഗതിയിലുള്ള വളർച്ച എന്നതായിരുന്നു 2-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം. ത്വരിതഗതിയിലുള്ള വളർച്ചയായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഘനവ്യവസായങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. വൈദ്യുതി, റെയിൽവേ, ഉരുക്ക് നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ വലിയ മുതൽ മുടക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. വൈദ്യുതി, റെയിൽവേ, ഉരുക്ക് നിർമ്മാണം എന്നിവയിൽ വലിയൊരു മുടക്കുമുതൽ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം 1-ാം പഞ്ചവത്സര പദ്ധതിയും 2-ാം പഞ്ചവത്സര പദ്ധതിയും എന്തൊക്കെയാണ്? 1951-56 കാലഘട്ടങ്ങളിലാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. 2-ാം പഞ്ചവത്സര പദ്ധതിയോ 1956-61 കാലഘട്ടങ്ങളിലാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി പ്ലാൻ തയ്യാറാക്കിയത് KN രാജാണ്. 2-ാം പഞ്ചവത്സര പദ്ധതിയോ PC മഹലനോബിസ് ആണ് തയ്യാറാക്കിയത്. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. 2-ാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ പതുക്കെ മുന്നേറുക എന്നതാണ് അവരുടെ ലക്ഷ്യമെങ്കിൽ 2-ാമത്തേലോ ത്വരിതഗതിയിലുള്ള വളർച്ച എന്നതാണ് അവരുടെ ലക്ഷ്യം. 1-ാം പഞ്ചവത്സര പദ്ധതി കാർഷിക മേഖലകൾക്കാണ് ഊന്നൽ നൽകിയിട്ടുണ്ടായത്. ഭൂപരിഷ്കരണം പോലെയുള്ള നയങ്ങൾക്ക് മുൻഗണനയും നൽകിയിട്ടുണ്ട്. 2-ാം പഞ്ചവത്സര പദ്ധതി ഘനവ്യവസായങ്ങൾക്കാണ് കൂടുതലായിട്ടും ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2-ാമത്തെ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയേ. ഇനിയാണ് 3-ാമത്തെ ക്വസ്റ്റ്യൻ. രാജീവ് ഗാന്ധി ലോങ്കോവാൾ ഉടമ്പടി അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഛത്തീസ്ഗഡ് പഞ്ചാബിന് കൈമാറണം. പഞ്ചാബും ഹരിയാനയും തമ്മിലുള്ള അതിർത്തി തർക്കം പരിഹരിക്കാൻ പ്രത്യേക കമ്മീഷൻ. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള രവി ബിയാസ്
നദീജല തർക്കം ട്രൈബ്യൂണൽ തീരുമാനത്തിന് വിട്ടു. പട്ടാള നടപടികൾക്കിരയായവർക്ക് നഷ്ടപരിഹാരം. പഞ്ചാബിൽ നടപ്പിലാക്കിയ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് പിൻവലിക്കും. ഇതൊക്കെയാണ് രാജീവ് ഗാന്ധി ലോങ്കവാൾ ഉടമ്പടി എന്ന് പറയുന്നത്. ഇനിയാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ. പാർട്ടികൾ തമ്മിലുള്ള സമവായത്തിൻ്റെ മേഖലകൾ. ഇത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നല്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഉത്തരം പറയാം. ഇതിന് പോയിന്റ്സ് എന്ന് പറയുന്നത് ജനാധിപത്യം, ഭരണഘടനയുടെ ആധികാരികത, നിയമപരിപാലനം, മൗലികാവകാശങ്ങൾ, അഭിപ്രായ സ്വാതന്ത്ര്യം, വികസനം, ദേശീയ ഏകതയും അഖണ്ഡതയും. ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്ക മേഖലകളാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ ആൻസർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗംഗ ബ്രഹ്മപുത്ര നദികളിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കമുണ്ട്. ഗംഗ ബ്രഹ്മപുത്ര നദികളിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ചിട്ടാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കമുണ്ടായത്. പിന്നെ ബംഗ്ലാദേശ് കുടിയേറ്റക്കാരുടെ വിഷയത്തിൽ തർക്കമുണ്ട്. ചില മതമൗലികവാദികൾക്ക് ബംഗ്ലാദേശിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യം. ഇന്ത്യയിൽ നിന്നും പോകുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബംഗ്ലാദേശ് വഴി യാത്ര ചെയ്യാൻ അനുമതി നൽകാത്തത്. ഇന്ത്യയിൽ നിന്നും പോകുന്ന ഇന്ത്യൻ പട്ടാളക്കാർക്ക് ബംഗ്ലാദേശ് വഴി യാത്ര ചെയ്യാൻ അനുമതി നൽകാത്തത്. ബംഗ്ലാദേശിൽ പ്രകൃതിവാതകം സുലഭമാണെങ്കിലും ഇന്ത്യക്ക് തരില്ലെന്ന നിലപാട്, അതും ഒരു തർക്കമായിട്ടുണ്ട്. മ്യാൻമറിൽ നിന്ന് ലഭിക്കുന്ന പ്രകൃതിവാതകം ബംഗ്ലാദേശ് വഴി ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ അനുമതി നൽകാത്തത്. നദീജലം പങ്കിടുന്ന കാര്യത്തിൽ 2 രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം, ചില അതിർത്തി തർക്കങ്ങൾ, അതൊക്കെ നിലവിലുള്ളതാണ്. ഇനി ഞാൻ അധികം ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ക്വസ്റ്റ്യൻ അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ഒന്ന് അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഷോക്ക് ചികിത്സ പ്രത്യാഘാതങ്ങൾ. ഷോക്ക് ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. സ്വേച്ഛാധിപത്യപരമായ സോഷ്യലിസ്റ്റ് സംവിധാനത്തിൽ നിന്നും ജനാധിപത്യപരമായിട്ടുള്ള മുതലാളിത്ത സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിനെയാണ് ഷോക്ക് ചികിത്സ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. നമ്മളോട് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഷോക്ക് ചികിത്സ പ്രത്യാഘാതങ്ങളാണ്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, റഷ്യയുടെ വൻകിട വ്യവസായ സ്ഥാപനങ്ങൾ തകർന്നടിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പാഴ്വസ്തു വിൽപ്പന. റൂബിളിൻ്റെ മൂല്യം ഇടിഞ്ഞു. റഷ്യയുടെ വ്യാപാര സംവിധാനമാകെ തകർന്നു. കൂട്ടുകൃഷി സംവിധാനം അവസാനിച്ചു. സർക്കാർ സബ്സിഡി പിൻവലിച്ചു. സാമൂഹ്യക്ഷേമ സംവിധാനമാകെ നശിപ്പിച്ചു. പണ്ഡിതരും ബുദ്ധിജീവികളും അന്യ രാജ്യങ്ങളിലേക്ക് കുടിയേറി. സാമ്പത്തിക അസമത്വം വർദ്ധിച്ചു. പഴയ സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങളെല്ലാം തിരക്ക് പിടിച്ച് ഭരണഘടനകൾ ഉണ്ടാക്കി. പല രാജ്യങ്ങളിലും ആഭ്യന്തര യുദ്ധം നടന്നു. ഇതാണ് ഷോക്ക് ചികിത്സ പ്രത്യാഘാതങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാർക്കിൻ്റെ SAARC എന്നായിരിക്കും ചിലപ്പം കൊടുക്കുക. സാർക്കിൻ്റെ പരിമിതികൾ നമുക്ക് നോക്കാം. സാർക്ക് 1985 കേട്ടോ സ്ഥാപിതമായത്. ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. നിലവിൽ 8 രാജ്യങ്ങളാണ് സാർക്കിൽ അംഗമായിട്ടുള്ളത്. സാർക്ക് സംഘടന ബഹുരാഷ്ട്ര സഹകരണത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു ശ്രമമാണ്. അതിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള തർക്കങ്ങൾ ഇതിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമാവുന്നുണ്ട്. ഇന്ത്യ ദക്ഷിണേഷ്യൻ മേഖലയിൽ ആധിപത്യം പുലർത്താൻ സാധ്യതയുണ്ടെന്ന് അയൽ രാജ്യങ്ങൾ സംശയിക്കുന്നു. സാർക്കിലെ അംഗരാജ്യങ്ങളെല്ലാം വികസിത രാഷ്ട്രങ്ങളോ അവികസിത രാഷ്ട്രങ്ങളോ ആയിരിക്കും. ബാക്കി ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് പാർട്ട് 2 ഇടുന്നതാണ്. നിങ്ങളിത് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ അവർക്ക് ഷെയർ ചെയ്യണം.